മെസ്സിയാണോ റൊണാൾഡോ ആണോ ബെസ്റ്റ്? ഇന്നലെ ഗ്രൗണ്ടിൽ ഭയങ്കര തർക്കം. അപ്പോൾ കൂടുതൽ ആളുകൾ അവിടെ മെസ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളാണ്. സ്കൂളിലെത്തിയപ്പോൾ കൂടുതൽ ആളുകൾ CR7 സപ്പോർട്ട് ചെയ്യുന്ന കുട്ടികളാണ്. അപ്പോൾ അവർ ഇവാലുവേറ്റ് ചെയ്യുന്ന മാനദണ്ഡത്തിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ശ്രദ്ധിച്ചത്, ഒരാളെ നമ്മൾ പ്രൈസ് ചെയ്യണമെങ്കിൽ മറ്റേ ആളെ ഇകഴ്ത്തണം എന്നൊരു നിലപാടാണ് ഇവർക്കൊക്കെ ഉള്ളത്. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നത്? എനിക്ക് സീറോ സം തിങ്കിങ് എന്ന് പറയുന്ന ഒരു മൈൻഡ് സെറ്റാണ്. അതായത് ഒരാൾ വിജയിച്ചു എന്ന് പറയണമെങ്കിൽ മറ്റേ ആൾ പരാജയപ്പെട്ടു എന്ന് നമ്മൾ സമർത്ഥിക്കണം. ഇത് നമ്മളിങ്ങനെ എപ്പോഴും ചിന്തിക്കും. അതുകൊണ്ടാണ് ഇപ്പോൾ മെസ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ റൊണാൾഡോ ഫെയിലിയറാണ്, എന്നിട്ട് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ടീം പെസ്സി എന്ന് പറയും, ഒരു ടീം പെനാൾഡോ എന്ന് പറയും, ഇങ്ങനെ തർക്കിക്കും. ഇപ്പോൾ മലയാളത്തിലൊക്കെ നമ്മൾ മമ്മൂട്ടി മോഹൻലാൽ ഈ ഒരു ഫാൻ ഫൈറ്റ് എപ്പോഴും നമുക്ക് കാണാൻ പറ്റും. പിന്നെ ബിസിനസ്സിലാണെങ്കിൽ ആപ്പിൾ സാംസങ്, iOS സപ്പോർട്ട് ചെയ്തിട്ട് കുറേ ആളുകൾ, ഈ ആൻഡ്രോയിഡ് സപ്പോർട്ട് ചെയ്യുന്ന കുറേ ആളുകൾ. അപ്പോൾ പക്ഷേ ഇതിനൊക്കെ ശരിക്ക് അവിടെ ഇവിടെയും ശരിക്കും എന്തുണ്ട്, ക്വാളിറ്റികളുണ്ട്. അപ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ ഒരു സീറോ സം തിങ്കിങ് എന്ന് നമ്മൾ നോക്കുമ്പോൾ, ഒന്ന് മനുഷ്യൻ നാച്ചുറലി തന്നെ ഗ്രൂപ്പുകൾ ക്രിയേറ്റ് ചെയ്യാൻ ഉള്ളൊരു താല്പര്യം ഉള്ളിലുണ്ട് എന്നുള്ളതാണ്. ട്രൈബലിസം എന്നാണ് അതിന് പറയാം. പിന്നെ അതോടൊപ്പം തന്നെ ഇപ്പോഴത്തെ കാലത്ത് ഈ സോഷ്യൽ മീഡിയയിൽ ഈ ഫാൻ ബേസ്ഡ് ഫൈറ്റുകളും കൂടെ ആകുമ്പോൾ ഇത് അതിൻ്റെ ഏറ്റവും മൂർധന്യാവസ്ഥയിലെത്തുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു കാര്യം. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ നമ്മൾ ലോജിക്കലി തിങ്ക് ചെയ്തിട്ട് അതിന് ഓവർകം ചെയ്യാം എന്ന് പറയുമ്പോൾ നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യം എന്താണ്, ഒരു നോൺ സീറോ തിങ്കിങ് മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അതായത് സക്സസ് എന്ന് പറഞ്ഞാൽ അൺലിമിറ്റഡ് റിസോഴ്സിൽ നിന്ന് ഉണ്ടാകുന്ന സാധനം. അത് ഒരു ടീമിൽ മാത്രം അല്ലെങ്കിൽ ഒരാളിൽ മാത്രം കിടക്കുന്ന ഒരു കാര്യമല്ല എന്ന് നമ്മൾ റിയലൈസ് ചെയ്യാം. അതോടൊപ്പം തന്നെ മറ്റുള്ള ആളുകളുടെ ക്വാളിറ്റിയെ കൂടെ അംഗീകരിക്കാൻ നമ്മൾ പഠിക്കുക. അപ്പം മെസ്സി ക്രിസ്ത്യാനോ ഫാൻസ് തമ്മിൽ ഫൈറ്റ് ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് മെസ്സിൻ്റെ ആ ഡ്രിബ്ലിങ്ങും വിഷനും അതോടൊപ്പം ക്രിസ്ത്യാനോൻ്റെ ഫിനിഷിങ്ങും, ഇത് രണ്ടും പരസ്പരം എന്ത് ചെയ്യാൻ കഴിയണം, ശരിക്കും അപ്രിഷ്യേറ്റ് ചെയ്യാൻ നമുക്ക് കഴിയാണ് വേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഈ ഒരു സീറോ സം തിങ്കിങ്ങിൻ്റെ ഭാഗമായിട്ട് കൂടുതൽ എൻഗേജ് ചെയ്തിട്ടുള്ള വിഷയങ്ങൾ ഏതാണ്?